എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് ഈ നെക്ക് ഡിസൈൻ എങ്ങനെ സാധാരണ മെഷീനിൽ ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഇതുപോലെ ഞാനൊരു ക്യാൻവാസ് പേപ്പർ എടുത്തിട്ടുണ്ട്. ക്യാൻവാസ് പേപ്പർ ഇതുപോലെ നമ്മൾ നോർമലായിട്ട് എങ്ങനെയാണോ നെക്ക് വരയ്ക്കുന്നതെന്ന് വെച്ചാൽ അതുപോലെ നെക്ക് വരച്ചതിന് ശേഷം ലൈൻസ് കൊടുത്തിട്ടുണ്ട്. ആദ്യം സെൻറ്ററിലൊരു ലൈൻ കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം 1/2 ഇഞ്ച് വിട്ട് ബാക്കി ഇത്രയും ലൈൻസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം എന്ന് വെച്ചാൽ അത്രയും ലൈൻസ് കൊടുക്കുക. ഒപ്പം എല്ലാ ലൈൻസും ഒരേ അളവിൽ കൊടുക്കാതെ ഒന്ന് ചെറുതും ഒന്ന് വലുതുമാക്കി കൊടുക്കുക. അപ്പോൾ ഞാൻ മുകൾ ലൈനിനേക്കാളും പിന്നെ വരച്ചിട്ടുള്ള ലൈന് 1 ഇഞ്ചും കൂടി വിട്ടിട്ടാണ് വരച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ആവശ്യമുള്ളത് 2 കളറിലുള്ള എംബ്രോയ്ഡറി ത്രെഡാണ്. അത് ഇതുപോലെ നമ്മൾ സാധാരണ എങ്ങനെയാണോ ബോബിൽ, അതായത് ബോബിൻ കേസിൽ എങ്ങനെയാണോ നമ്മൾ ചുറ്റിയെടുക്കുന്നതെന്ന് വെച്ചാൽ അതുപോലെ ചുറ്റിയെടുത്തിട്ട് ബോബിൻ കേസിലേക്ക് ഇത് ഇൻസേർട്ട് ചെയ്തിട്ട് എടുക്കാം. ഇത് നിങ്ങൾ സാധാരണ നമ്മൾ നൂല് എങ്ങനെയാണോ ചെയ്യുക അതുപോലെ തന്നെയാണ്. പക്ഷേ നൂലിന് പകരം നമ്മൾ എംബ്രോയ്ഡറി ത്രെഡാണ് ഇട്ടതെന്ന് മാത്രമേ ഉള്ളൂ വ്യത്യാസം. ഇനി നമ്മൾ സാധാരണ മെഷീനിൽ അത് വെച്ചതിന് ശേഷം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി തുടങ്ങും. സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി തുടങ്ങുമ്പോൾ മുകളിൽ നമ്മൾ കൊടുക്കുന്നത്, അതായത് മെഷീനിൽ നമ്മൾ അടിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നത് സാധാരണ മെഷീൻ ത്രെഡാണ്. താഴെ ബോബിനിൽ മാത്രമാണ് നമ്മൾ എംബ്രോയ്ഡറി ത്രെഡ് യൂസ് ചെയ്യുന്നത്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഏത് ത്രെഡാണോ താഴെ കൊടുത്തിട്ടുള്ളത്, അതായത് ബോബിനിൽ ഏത് ത്രെഡാണോ നമ്മൾ കൊടുത്തിട്ടുള്ളത് സെയിം കളർ തന്നെ മെഷീൻ ത്രെഡ് യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. എന്നാൽ മാത്രമേ ഫിനിഷിംഗ് ആയിട്ട് നല്ല ഭംഗിയായിട്ട് ഉണ്ടാവുള്ളൂ. പിന്നെ സൂക്ഷിക്കാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ക്യാൻവാസ് പേപ്പറിലാണ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ ക്യാൻവാസ് പേപ്പർ നല്ല തുണീൻ്റെ ചീത്ത വശത്ത് വെച്ചിട്ട് നമ്മൾ പിൻകുത്തി കൊടുക്കുക. അതായത് നല്ല വശത്ത് എംബ്രോയ്ഡറി ത്രെഡാണ് വരേണ്ടത്, ചീത്ത വശത്താണ് മെഷീൻ ത്രെഡ് വരേണ്ടത്. മനസ്സിലായില്ലേ? അതായത് തുണീൻ്റെ നല്ല വശം താഴെ വെച്ചിട്ട്, അതായത് തുണീൻ്റെ നല്ല വശത്താണ് സാധാരണ നമ്മൾ മെഷീനിൽ സ്റ്റിച്ച് ചെയ്യുക. പക്ഷേ ഇവിടെ നമ്മൾ തുണീൻ്റെ നല്ല വശം താഴെ ഇട്ടിട്ട് തുണീൻ്റെ ചീത്ത വശത്താണ് ക്യാൻവാസ് പേപ്പർ വെക്കുന്നത്. എന്നിട്ട് ക്യാൻവാസ് പേപ്പറിൻ്റെ മുകളിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. ഈ 2 കാര്യങ്ങൾ മാത്രമേ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൂ. ഒന്ന്, ഏത് ത്രെഡാണോ ഇടുന്നത് അതേ കളർ തന്നെ മെഷീൻ ത്രെഡും യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. 2, നമ്മൾ നല്ല വശത്തല്ല ചീത്ത വശത്താണ് ക്യാൻവാസ് പേപ്പർ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സാധാരണ നോർമൽ എങ്ങനെയാണോ സ്റ്റിച്ച് ചെയ്യുന്നത് അതുപോലെ സ്റ്റിച്ച് ചെയ്യുക. താഴത്ത് എംബ്രോയ്ഡറി ത്രെഡ് ആണെന്നൊന്നും വിചാരിക്കേണ്ട. സാധാരണ നോർമലായിട്ട് എങ്ങനെയാണോ സ്റ്റിച്ച് ചെയ്യുന്നത് അതുപോലെ സ്റ്റിച്ച് ചെയ്യുക. ലോക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുക. പിന്നെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആദ്യമേ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഒരു റഫായിട്ട് ഏതെങ്കിലും ഒരു തുണിയിലൊന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കുക. എന്തെങ്കിലും കെട്ട് കുടുങ്ങി കിടക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. ഞാൻ ആദ്യം തന്നെ ചെയ്യുന്നത് ഈ ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡിലുള്ള കളറാണ് ആദ്യം തന്നെ ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മൾ ചെറിയ ലൈനാണ്, അത് ചെറിയ ലൈനാണ്. അതിൽ നിന്ന് 1 ഇഞ്ച് എക്സ്ട്രാ ഉള്ളതാണ് നമ്മൾ ഗ്രീൻ കളർ ത്രെഡ് കൊടുക്കുന്നത്. അപ്പോൾ ആ ത്രെഡ്, അതായത് നമ്മൾ ആദ്യം മുതൽക്ക് വരച്ച പോയിൻ്റ് വരെ വന്ന് നിർത്തിയിട്ടുണ്ട്. അതിന് ശേഷം ഫൂട്ടർ ഒന്ന് പൊക്കി കൊടുത്തിട്ട് തുണി ഒന്ന് ചരിച്ചിട്ട് നമ്മൾ പിന്നെയും സ്റ്റിച്ച് ചെയ്ത് നിർത്തി അവിടെ നിന്ന് മുകൾ വരെ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. അതായത് 2 പ്രാവശ്യം നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. കാരണം ഒറ്റ പ്രാവശ്യമാകുമ്പോൾ ത്രെഡ് വളരെ നേർത്തിട്ടല്ലേ ഉണ്ടാവുക. അപ്പോൾ 2 പ്രാവശ്യം സ്റ്റിച്ച് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ കട്ടിക്ക് ഉണ്ടാവും. അങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 2 പ്രാവശ്യം സ്റ്റിച്ച് ചെയ്യുന്നത്. ഇത് തന്നെ മുഴുവനും നമ്മൾ ആദ്യം ഈ ഒരു പിങ്ക് ഷെയ്ഡിലുള്ളത് മുഴുവൻ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് അതിന് ശേഷമാണ് നമ്മൾ ഗ്രീൻ കളർ ത്രെഡ് യൂസ് ചെയ്യുന്നത്. സാധാരണ നോർമൽ മെഷീനിൽ എങ്ങനെയാണ് എംബ്രോയ്ഡറി ചെയ്യേണ്ടത്, അതായത് ഒറ്റ ത്രെഡിൽ എങ്ങനെയാണ് നമുക്ക് നെക്ക് ഡിസൈൻ ചെയ്യേണ്ടത് എന്നുള്ളൊരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കുക, ഹെൽപ്ഫുള്ളായിരിക്കും. ഇവിടെ നമ്മൾ 2 ത്രെഡാണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ 2 ത്രെഡാണ് യൂസ് ചെയ്യുന്നതെങ്കിലും യാതൊരു തരത്തിലുള്ള ഡിഫിക്കൽട്ടായിട്ടുള്ള ഡിസൈനോ പാറ്റേണോ ഒന്നും നമ്മൾ എടുത്തിട്ടില്ല. വളരെ സിമ്പിളായിട്ട് നോർമൽ സ്റ്റിച്ച് വരുന്ന പാറ്റേൺ മാത്രമാണ് എടുത്തിട്ടുള്ളത്. കാരണം ബിഗിനേഴ്സിന് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഞാനിപ്പോൾ നിങ്ങൾക്ക് ആദ്യം തന്നെ ഒരു ഡ്രസ്സിൻ്റെ ഫോട്ടോ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതായത് അതിൽ നിന്നാണ് ഞാൻ ഈ ഒരു വീഡിയോ തുടങ്ങുന്നത്. ആ ഒരു ഡ്രസ്സ് എൻ്റെ സിസ്റ്റർ, അതായത് എൻ്റെ കസിൻ സിസ്റ്റർ വളരെ റേറ്റ് കൊടുത്തിട്ട് പുള്ളിക്കാരി മേടിച്ചൊരു ഡ്രസ്സാണ്. അപ്പോൾ പുള്ളിക്കാരി ഇത് മേടിച്ച് വന്ന് എനിക്ക് വാട്സാപ്പിൽ ഫോട്ടോ അയച്ചു തന്നു. അപ്പോൾ എന്നോട് ഇത്രയാണ് ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ റേറ്റ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവളോട് ചോദിച്ചു, നീ എന്തിനാ ഇത്രയും റേറ്റ് കൊടുത്തിട്ട് ഇത് മേടിച്ചത്? നിനക്ക് സാധാരണ ഒരു തുണി മേടിച്ചിട്ട് മെഷീനിൽ ചെയ്താൽ പോരെ? അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, എനിക്കറിയില്ല, ഈ ഡിസൈൻ ഒന്നും ഒരിക്കലും മെഷീനിൽ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു, നമുക്കിത് മെഷീനിൽ ചെയ്യാം, ഞാനിത് ചെയ്ത് കാണിച്ചു തരാം. അങ്ങനെ അവൾക്ക് ചെയ്ത് കാണിച്ചു കൊടുക്കാൻ വേണ്ടി നിന്നതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊരു വീഡിയോ ആക്കി എടുക്കാം. ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഹെൽപ്ഫുൾ ആവുമെന്നുണ്ടെങ്കിൽ എന്തിനാണ് നമ്മൾ ഇത്ര റേറ്റ് കൊടുത്തിട്ട് ഇതുപോലെയുള്ള ചുരിദാറുകൾ മേടിക്കുന്നത്? നമ്മൾ സാധാരണ കോട്ടൻ്റെയോ ഷിഫോണിൻ്റെയോ
ഷിഫോണിനേക്കാളും നല്ലത് കോട്ടണും റയോണും ഒക്കെ ആയിരിക്കും. ഷിഫോൺ ആദ്യം തന്നെ ചെയ്യുമ്പോൾ ഷിഫോണിലൊക്കെ ചെയ്യാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ബാക്കിയുള്ള ഏതെങ്കിലും നല്ല തുണി മേടിച്ചിട്ട് പ്ലെയിൻ ആയിട്ടുള്ള തുണി മേടിച്ചിട്ട് അതിൽ നിങ്ങൾ ഇതേപോലെ ചെയ്തെടുത്താൽ മതി. അതിന് വേണ്ടിയിട്ടുള്ളതായിരുന്നു ഈ വീഡിയോ. നമുക്കിതുപോലെ ഫുള്ളായിട്ട് നമ്മൾ വരച്ച അത്രയും വരെ, അതായത് ചെറിയ ലൈന് നമ്മൾ ആദ്യം ഫുള്ളൊന്ന് കവർ ചെയ്തെടുക്കുക. അതായത് ഫുള്ളായിട്ട് നമ്മൾ ഇതേപോലെ 2 സ്റ്റിച്ച് കൊടുത്തിട്ട് എടുക്കുക. പിന്നെ ഒന്നെങ്കിൽ നിങ്ങളത് തുടങ്ങുമ്പോഴും അവസാനിക്കുമ്പോഴും ലോക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാം. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചധികം ത്രെഡ് വിട്ടിട്ട് ആ 2 ത്രെഡും കൂടി തമ്മിൽ കെട്ടിക്കൊടുത്താൽ മതി. ഇനി ഇത് ഒന്നും അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലോക്ക് ചെയ്യാണ്ട് കെട്ടിക്കൊടുത്തില്ലെങ്കിലും ഒന്നും പ്രശ്നമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഷോൾഡറും സ്റ്റിച്ച് ചെയ്യും, നമ്മൾ നെക്കും സ്റ്റിച്ച് ചെയ്യും. അതുകൊണ്ട് തന്നെ ത്രെഡ് ഊരിപ്പോകുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. എന്നാലും ഒന്നെങ്കിൽ ലോക്ക് ചെയ്യുക അല്ലെങ്കിൽ കെട്ടിക്കൊടുക്കുക. രണ്ടിലേതെങ്കിലും ഒന്ന് നിങ്ങൾ ചെയ്യുന്നത് നന്നായിരിക്കും ചെയ്തു തുടങ്ങുമ്പോൾ കേട്ടോ. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ചെറിയൊരു ചുളിവ് വന്നതായിട്ട് നിങ്ങൾക്ക് തോന്നും. അത് അയൺ ചെയ്ത് കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് സാധാരണ എങ്ങനെയാണോ ഉള്ളതെന്ന് വെച്ചാൽ അതുപോലെ തന്നെ വന്ന് നിൽക്കും. അത് ആ എംബ്രോയിഡറി നമ്മൾ മെഷീനിൽ സ്റ്റിച്ച് ചെയ്തെടുത്തതിൻ്റെ ഒരു ചെറിയൊരു ചുളിവാണ്. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുമ്പോൾ അത് വലുതാക്കി തോന്നുക, കാരണം നമ്മൾ അത്രയും സൂം ചെയ്തെടുക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നതാണ്. അത് അയൺ ചെയ്തെടുത്താൽ നല്ല രീതിയിൽ തന്നെ വരും. ഇനി നമുക്കിതിലേക്ക് ഗ്രീൻ കളറും സെയിം നമ്മൾ എങ്ങനെയാണോ ചെയ്തത് അതേപോലെ തന്നെ വരച്ച അതേ ഇതിൽ ബാക്കി ഇതിൻ്റെ ഇടവിട്ടിട്ടാണ് നമ്മൾ ഗ്രീൻ കളർ വരച്ചത്. ഒന്നിടവിട്ടാണ് വരച്ചത്. ആ സ്ഥലത്ത് വരച്ച അത്രയും സ്ഥലത്ത് വരച്ച അളവിൽ മുകളിൽ നിന്ന് താഴെ വരെ സ്റ്റിച്ച് ചെയ്യുക. അവിടുന്ന് പിന്നെ താഴത്തുനിന്ന് മുകളിലേക്ക് ഒന്നും കൂടി സ്റ്റിച്ച് ചെയ്യുക. അങ്ങനെ നമ്മളിതുപോലെ വരച്ച അത്രയും ഭാഗം ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ ഇതുപോലെയുള്ള വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്തായിട്ട് നോട്ടിഫിക്കേഷൻ ബെല്ലുണ്ടാവും, അതും കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മളിവിടെ മുഴുവൻ ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ മെല്ലെ ചെയ്യുക, ഒരു കുഴപ്പമില്ല. നമ്മൾ സാധാരണ എങ്ങനെയാണോ സ്റ്റിച്ച് ചെയ്യുക അതുപോലെ സ്റ്റിച്ച് ചെയ്താൽ മതി. താഴെ എംബ്രോയിഡറി ത്രെഡ് ആണെന്ന് ആലോചിക്കുകയേ വേണ്ട. എംബ്രോയിഡറി ത്രെഡ് ആണെന്ന് തോന്നുമ്പോൾ മാത്രമേ നമുക്ക് എന്തെങ്കിലും കുഴപ്പമൊക്കെ ഉണ്ടാവുള്ളൂ. പിന്നെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കെട്ടൊന്നും കുടുങ്ങി പോവാതെ പെർഫെക്റ്റ് ആയിട്ട് നല്ല രീതിയിൽ വരാൻ വേണ്ടി ശ്രദ്ധിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ കെട്ടൊക്കെ കുടുങ്ങി പോയി കഴിഞ്ഞാൽ അത് നമ്മളെ ഫ്രണ്ടിൽ വരുന്ന ഭാഗമല്ലേ. അപ്പോൾ അവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അഴിച്ച് പിന്നെയും സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതൊരു വൃത്തികേടായി വരും. അപ്പോൾ ആദ്യം തന്നെ ചെയ്യുമ്പോൾ നല്ല പെർഫെക്ഷനിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ലവ് യു ഓൾ. താങ്ക് യു ഫോർ വാച്ചിങ്.